ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഹെയർ ബാൻഡായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു കമ്പി ഹെയർ ബാൻഡാണ് നമ്മളതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ബ്ലാക്ക് ക്ലോത്ത് ഇത് ആക്ച്വലി ഞാനൊരു ഫ്രോക്കിൽ നിന്ന് അയച്ചെടുത്തതാണ് കേട്ടോ. ഫ്രോക്കിലത്തെ ഫ്രില്ല് അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായപ്പോൾ ഈ ഒരു ഭാഗം മാത്രം ഞാൻ അയച്ചെടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് രണ്ട് സൈഡും ലോക്ക് ചെയ്തതാണ്. 2 ഇഞ്ച് വീതിയിൽ 1 മീറ്റർ ലെങ്ത്തിലാണ് ഈ തുണിയുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഈ സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ട് ഇതിലെ ഒന്ന് നമുക്ക് അടിച്ച് എടുക്കണം. ഇതിലൊരു തയ്യലിട്ട് എടുക്കാം. ഈ ഒരു പീസ് ഞാൻ അതുപോലെ തയ്ച്ചെടുത്തതാണ് കേട്ടോ. ഇത്രയും വീതിയിൽ, ചെറിയൊരു വീതിയിൽ നമുക്ക് ഇങ്ങനെ തയ്ച്ചെടുത്തത് ഇതിലേക്ക് ഈ തയ്ച്ചതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കിനി ഈ ഹെയർ ബാൻഡിനെ ഒന്ന് കയറ്റി കൊടുക്കാം. സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ. ഏത് ടൈപ്പ് തുണി വേണമെങ്കിലും ഉപയോഗിക്കാം. പ്രിൻ്റഡ് ആയിട്ടുള്ളതോ പ്ലെയിനോ നമ്മുടെ ഡ്രസ്സിന് മാച്ച് ചെയ്ത് ചെയ്യാം കേട്ടോ. ഇങ്ങനെ നമുക്ക് എല്ലാ തുണിയും ഇതിലേക്ക് കയറ്റി എടുക്കാം. ലെങ്ത്ത് വേണമെങ്കിൽ ഇപ്പം ഞാനിതിൽ 1 മീറ്ററാണ് ഞാൻ ഫ്രോക്കിൽ നിന്ന് അയച്ചെടുത്താണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ഓരോ മീറ്ററിൻ്റെ പീസുകളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അതിലൊരു പീസ് മാത്രം ഇതിനായിട്ട് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. കൂടുതൽ ലെങ്ത്ത് എടുത്തു കഴിഞ്ഞാൽ അത്രയും നമുക്കിതിൽ തിക്നെസ് കൂട്ടി കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റേതായ ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ ഹെയർ ബാൻഡിന്. ലെങ്ത്ത് കൂടിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. വീതി മാക്സിമം ഈ 2 ഇഞ്ചിൽ തന്നെ ഒതുക്കി നിർത്താൻ നോക്കാം. പിന്നെ ഒരു ഡബിൾ ഷെയ്ഡൊക്കെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇതെല്ലാം നമ്മളിതൊന്ന് കയറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ 2 സൈഡിലൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഞാൻ ഹോട്ട് ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. ഫാബ്രിക് ഗ്ലൂ ആയാലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഈ തുമ്പത്തി കമ്പിയുടെ പുറത്തേക്ക് ഇട്ടിട്ട് കുറച്ച് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. കമ്പി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ചെവിയിലൊന്നും കുത്തിക്കൊള്ളാത്ത രീതിയിൽ ഇതിനൊന്ന് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗത്ത് മാത്രം കുറച്ച് കട്ടി. അതുപോലെ തന്നെ ഇപ്പത്തെ സൈഡിലും ഇനി നമുക്കിതിനെ നമ്മുടെ ഈ തുണീനെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ അറേഞ്ച് ചെയ്തു. ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ ഇതുപോലെ നല്ല തിക്കായിട്ട് ഫ്രില്ല് ചെയ്ത് വയ്ക്കാൻ പറ്റൂട്ടോ. അതാണ് ഭംഗി. ഇതിപ്പോൾ അത്രയും ലെങ്ത്ത് ഇല്ല, കുറച്ചല്ല, നല്ല രീതിയിൽ ലെങ്ത്ത് കുറവ് തന്നെയാണ്. 2 മീറ്റർ തുണിയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല തിക്നെസ്സിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇത് ചെയ്തതിന് ശേഷം ഇതിനിങ്ങനെ 2 സൈഡിലേക്കൊന്ന് വിടർത്തി കൊടുക്കാം. കൂടിയിരിക്കുന്നേക്കാളും ഇതുപോലെ ഇങ്ങനെ 2 ഭാഗവും ചേർന്നിരിക്കണത്തിനേക്കാളും കുറച്ചുകൂടെ ഒന്നിങ്ങനെ വിടർന്നിരിക്കുമ്പോഴായിരിക്കും ഭംഗി. അതുപോലെ നല്ല തിക്നെസ് ഉണ്ടെങ്കിലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഹെയർ ബാൻഡിന് അത്ര തിക്നെസ് ഇല്ല. സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ. വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ലോക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ നൈസായിട്ട്
ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് ഈ സൈഡൊന്ന് നമ്മുടെ സാധാരണ മെഷീനിൽ മടക്കി അടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.